ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൗലാന മോഡലാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് അലി എം മൗലാന എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടാണ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം കൂടുതൽ ഒരു മോർ ഓഫ് ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ്, ന്യൂസ് ഫ്ലോവിൻ്റെ ഒരു മൊത്തം ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പേഴ്സ്പെക്റ്റീവാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ന്യൂസ് ഫ്ലോ നടക്കുന്നത്, ഒരുപോലെയാണോ ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് നേഷൻസും ഒരുപോലെയാണോ ഈ ന്യൂസ് ഫ്ലോയിനെ കാണുന്നത്, അല്ലെങ്കിൽ അവർക്കൊക്കെ ന്യൂസ് ഒരുപോലെയാണോ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ മീഡിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസി കാര്യങ്ങൾ, അതായത് അവരുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ ന്യൂസ് ഫ്ലോയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കൺസെപ്റ്റുകളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡയഗ്രാം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് കോർ പെരിഫറി കൺസെപ്റ്റാണ്. കോർ പെരിഫറി കൺസെപ്റ്റ്. ഈ കോർ പെരിഫറി കൺസെപ്റ്റ് എന്ന് പറയുമ്പം ഇദ്ദേഹം പറയുന്നത്, ഈ കോർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസാണ്. അതുപോലെ തന്നെ പെരിഫറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രീസാണ്. അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീഡിയ, അതുപോലെ മീഡിയ സിസ്റ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക. ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് നമ്മുടെ രാജ്യം പോലെയുള്ള രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീഡിയ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അതാണ് അദ്ദേഹം കോർ പെരിഫറി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ന്യൂസ് ഫ്ലോ ഡയറക്ഷനാണ്. അതായത് ന്യൂസ് ഫ്ലോ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ന്യൂസ് ഫ്ലോ എപ്പോഴും നടക്കുന്നത് കോർ ടു പെരിഫറിയാണ്. അതായത് ഏറ്റവും കൂടുതലായിട്ട് ന്യൂസ് അറിയാൻ അല്ലെങ്കിൽ ന്യൂസ് കിട്ടാനൊക്കെ സാധ്യതയുള്ളത് ഈ പറയുന്ന വികസിത രാജ്യങ്ങൾക്കാണ്. അതേസമയം നമ്മുടെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ആ ന്യൂസ് ഫ്ലോ കുറച്ച് വൈകിയാണ് എത്തുന്നത്. അപ്പോൾ ന്യൂസ് ഫ്ലോ എപ്പോഴും കോർ ടു പെരിഫറി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഇതിന് കുറേയേറെ റീസൺസ് ഉണ്ട്. ഡെവലപ്ഡ് ആണ്, ഡെവലപ്പിംഗ് ആണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനൊരു ഡോമിനൻസ് ഓഫ് വെസ്റ്റേൺ മീഡിയ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വെസ്റ്റേൺ കൺട്രീസിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ വെസ്റ്റേൺ മീഡിയയാണ് എപ്പോഴും നമ്മുടെ മൊത്തമുള്ള മാധ്യമ ലോകങ്ങളുടെ ഒരു ഡോമിനൻസ് അവർക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധിപത്യം കൂടുതൽ അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ന്യൂസ് ഫ്ലോ കോർ ടു പെരിഫറി വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മീഡിയ ഡിപ്പെൻഡൻസിയാണ്. അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് പെരിഫറൽ നേഷൻസ് കോർ നേഷൻസ് തന്നെയാണ് പലപ്പോഴും മീഡിയ ന്യൂസ് അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എപ്പോഴും പെരിഫറൽ നേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻസ് പലപ്പോഴും ഡെവലപ്ഡ് നേഷൻസിനെയാണ് ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു എലൈറ്റ് പീപ്പിളിൻ്റെ ന്യൂസുകൾ അല്ലെങ്കിൽ എലൈറ്റ് ഇൻഫർമേഷൻസ് എപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ വരികയും, അല്ലാതെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ താഴേക്കിടെ കിടക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിതം ഒന്നും തന്നെ ചർച്ചയിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കൾച്ചറൽ ഇമ്പീരിയലിസമാണ്. നമുക്കറിയാം നമ്മുടെ മാധ്യമ ലോകത്താണെങ്കിലും ഏത് കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ എല്ലാം ജീവിതശൈലികളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെസ്റ്റേൺ ആധിപത്യം കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും, അവരുടെ മാധ്യമങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ജീവിതശൈലി അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സിങ് ഒന്നും തന്നെ അവർ ഇംബൈബ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പകരം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടുതലായിട്ട് ഒരു വെസ്റ്റേൺ ഇമ്പീരിയലിസം കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം